അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മദദ് ഖുർആൻ ക്ലാസ്. നല്ല ചാനലിലേക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. സൂറത്ത് മറിയമിലെ 63 ആയത്ത് ഞങ്ങൾ വിശദീകരിച്ചിട്ടേക്ക്. ഇതിന്റെ 64ഉം 65ഉം രണ്ട് ആയത്തായിട്ട് വിശദീകരിക്കപ്പെട്ടത്. ഈ ആയത്തിൽ ഇന്നത്തെ ആയത്തിൽ വിശദീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്ന് ജൂതന്മാർ റൂഹിനെ സംബന്ധിച്ച് കേട്ടത്, അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് കേട്ടത്, ദുൽഖർനൈനി റളിയല്ലാഹുവിനെ കുറിച്ച് കേട്ടത്. അതൊക്കെ ഈ ദുൽഖർനൈനിന്ന് നബി തങ്ങളെ കാലത്തേക്കാൾ എത്രയോ കാലത്ത് മുന്നൽ വന്നു പോയ ഒരു മനുഷ്യനെ ഒരാളായിട്ടില്ല. അപ്പൊ അയാളെ സംബന്ധിച്ച് അത് സൂറത്തുൽ കഹ്ഫിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അയാളെ ചരിത്ര ചെന്നത് റൂഹിനെ സംബന്ധിച്ച് കേട്ട റൂഹ് ചെന്നെങ്കിൽ എന്തിനുണ്ട്. അപ്പോ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് കേട്ടത് അതും ഞങ്ങളെ നബിയുടെ കാലത്തേക്കാൾ എത്രയോ കാലം മുന്നലായിട്ടിരിക്കണം. ഇത് കേട്ടിട്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അള്ളാഹ് ചൊന്നില്ല, നാളെ ചൊല്ലാൻ ചൊന്ത്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. നാളെ ചൊല്ലാന്നെങ്കിൽ അള്ളാഹുടെ വഹി കിട്ടിയിട്ട് വേണ്ടേ. അപ്പൊ ഇങ്ങനെ കേട്ടതോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ നബിയുടെ ഇഷ്ടം പ്രകാരം നബി ചൊല്ലകാവില്ലല്ലേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ ചൊല്ലാൻ ചെന്ന് ഇൻഷാ അല്ലാഹ് എന്നുള്ള ചൊന്നല്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയില്ല. അങ്ങനെ 40 നാൾ കഴിഞ്ഞിട്ട് ഇറങ്ങി രണ്ടും 15 നാൾ കഴിഞ്ഞിട്ട് വന്ന് രണ്ടും ഒക്കെ കാണാം. അപ്പൊ എന്തേ വന്നില്ല ജിബ്രീൽ അലൈഹിസ്സലാം ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു, നിങ്ങളെ കാണുക കൊതിയായിട്ട് എത്ര നാളായിട്ട് ആശിച്ചോണ്ടല്ലേ വന്നില്ലല്ലേ. അപ്പായിട്ട് ഈ ആയത്ത് ഇറങ്ങടെ, ഈ ആയത്തവിടെ ഇറങ്ങടെ. അത് ഖുർആനിൽ തന്നെ ചെന്നിട്ടുണ്ട്. എന്തിന് ഏതൊരു കാര്യം ചൊല്ലാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് ചൊന്നിട്ട് വേണം. അപ്പൊ ഇത് തപ്പുണ്ട് വരിക്കണ്ട, ഇത് ഹറാമുണ്ട് വരിക്കണ്ട. നബിത്തങ്ങളിൽ നിന്ന് ദോഷമോ ഹറാമോ ഉണ്ടാവില്ല. പക്ഷെ അമ്പിയാക്കന്മാരിൽ നിന്ന് ചിലത് എന്തെങ്കിലും ശരി മിസ്റ്റേക്ക് തപ്പ് ഹറാം എന്തോ അല്ല. ഹറാം അമ്പിയാക്കന്മാരൊന്നും ഉണ്ടാവുന്നതേ ഇല്ല, കറാഹത്ത് വരെ ഉണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും ഒരു നിയമ ഇത് ഇങ്ങനെയായിട്ട് വേണ്ടത് എന്നവിടത്ത് ചെറിയ എന്തെങ്കിലും തപ്പ് ബന്ധം കണ്ടെങ്കിൽ ഹറാമല്ല, ഹറാമും ഉണ്ടല്ല. അമ്പിയാക്കന്മാർ ദോഷം ചെയ്യണമേ ഇല്ല. അപ്പൊ അത് അള്ളാഹു താല അപ്പൊ തന്നെ ഇതിന് തിരുത്തി കൊടുക്കുക എന്നുള്ളതായിട്ട്. അങ്ങനെ ആയിട്ട് അള്ളാഹു താല അമ്പിയാക്കന്മാർ വലിയ സ്ഥാനത്ത് അള്ളാഹു എത്തുപറ്റിയത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ടീക്കട് മാ യംനഉക അൻ തസൂറുന അക്സറ മിമ്മാ തസൂറുന. കുറെ നാളായിത്തല്ലേ യാറനാറ് നീങ്ങളെ ബറവ് കൊതിയാവും, കൂടുതൽ സമയം വന്നോട്ട് വേണം എന്ന് ചൊന്നപ്പായിട്ട് ഈ ആയത്തിരങ്ങനെ ഒമാന തനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്. ഞങ്ങ അള്ളാഹുടെ കൽപ്പന കൊണ്ടല്ലാണ്ട് ഞങ്ങ ഇറങ്ങല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ 400 അടിമയായിട്ടില്ല. അള്ളാഹുടെ കൽപ്പന മാത്രമേ എനിക്ക് ബറകവിടെ. ലഹുമാ ബൈന ഐദീന, ഞങ്ങളെ എതിറുള്ള കാര്യം ആഖിറത്തെ കാര്യം, മാ ഖൽഫന ഞങ്ങളെ പിന്നുള്ള ദുനിയാവുടെ കാര്യം, മാ ബൈന ദാലിക അതിലിടയിലുള്ളത് ദുനിയാവുടെ ആഖിറത്തിനെയും ദുനിയാവുടെ ഇതിലൊക്കെ ഇൽമ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കയറ്റിക്കിടും. ഒമാ കാന റബ്ബുക നസിയ. നബിയെ തങ്ങളെ റബ്ബ് തങ്ങളെ ഉപേക്ഷിക്കുന്നവനായിട്ടില്ല. വഹി പിന്തിച്ചു എന്നിട്ട് നബിയെ നിങ്ങളെ ഉപേക്ഷിച്ചതല്ല, നിങ്ങളെ കൈവിട്ടതല്ല. ഇദാ സജ മാ വദ്ദഅക റബ്ബുക മാ ഖല. അവിടെ നബിയെ നിങ്ങൾ അല്ലാഹു തആല കൈവിടില്ല. അല്ലാഹു നിങ്ങൾ ഒട്ടുകയുമുള്ള അല്ലാഹുടെ സഹായം നിങ്ങൾക്കുണ്ട്. റബ്ബു സമാവാതി വൽ അർദ്, അല്ലാഹു തആല ആകാശ ഭൂമിയുടെ റബ്ബായിട്ടിട്ട്. ഒമാ ബൈനഹുമാ ആകാശഭൂമി അതിനിടയിലുള്ള എല്ലാത്തിനെ റബ്ബ് ചെന്നെങ്കിൽ പരിപാലനാക്കണവും അതൊക്കെ വേണ്ടതുപോലെ കൊടുത്ത് അതൊക്കെ ആയുസ് റിസ്ക് തന്നെ എല്ലാം എന്തിനാലും വേണോ അതൊക്കെ കൊടുത്ത് നിയന്ത്രിക്കണം എന്നായിട്ടിരിക്കണം. ഒമാ ബൈനഹുമാ ഫഅ്ബുദുഹു, അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം. വസ്തബിർ ഇബാദത്തി, അള്ളാഹുගේ ഇബാദത്തിന്റെ മേൽ എന്താ സബർ എടുക്കണം. ഹൽ തഅലമു, നിങ്ങൾ അറിയോ, ലഹു അള്ളാഹുവിനക്ക് സമീയൻ, ഇതുപോലെ ഒരു പേര് വെക്കപ്പെട്ടാലേ. അപ്പൊ അള്ളാഹുടെ പോലെ ഒരാളുണ്ട ആകാശ ഭൂമികളെ പടച്ച് നിയന്ത്രിക്കണം. വേണ്ടത് അതൊക്കെ റിസ്ക് കൊടുക്കണേ, അതിരെ നിയന്ത്രിക്കണേ, അതിരെ നടത്തണേ, എല്ലാം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആയിട്ടിക്കണ. അങ്ങനത്തെ ഒരാളുണ്ടോ? ഇല്ല. പിന്നെ ഇതൊക്കെ അള്ളാഹ് എന്ന് പേര് വെക്കപ്പെട്ട ഇപ്പൊ വേറെ ഇതൊക്കെ എന്താക്കുന്നത് വേറെ വസ്തുക്കളെ
പടച്ചോനായിട്ട് പൂജാക്കട ആൾ മാറൂല. പക്ഷെ അങ്ങ് പൂജാക്കട വസ്തുക്കൊന്നും അള്ളാന്റെ പേര് വെച്ചിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചുള്ളത്. അതായത് അള്ളാഹ് എന്ന് പേര് വെക്കപ്പെട്ടത് ഒന്നുമില്ല, ഹിന്ദുത്വം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു താല അങ്ങനെ ഉണ്ടാക്കില്ല, അത് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ അള്ളാഹ് അത് രണ്ട് അർത്ഥമായിട്ട് ഇതൊക്കെ വിശദീകരിച്ചു. ഒന്ന് അൽ തഅലമുലഹു സമീയ, അള്ളാഹു ലോകത്തിനെ പടച്ച് നിയന്ത്രിക്കല് ആകാശഭൂമിയുടെ റബ്ബ്, ഇങ്ങനത്തെ ഒരാളുണ്ടാ? ഇല്ല. രണ്ട് അള്ളാഹ് എന്ന് പേര് വെക്കപ്പെട്ട പിന്നൊന്നുണ്ടോ? ഇല്ല. ആ ജണ്ട് നിനക്ക് വ്യാഖ്യാനിച്ച പോലെ ഏതായാലും അത് ജണ്ടും ഇല്ലാത്ത തന്നെ ഏറ്റിക്കല്. അള്ളാഹുടെ പോലത്തെ പിന്നൊന്നില്ല, അള്ളാഹ് എന്ന് പേര് വെക്കപ്പെട്ട ഒന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് ഈ ആയത്തൊന്ന് നമുക്ക് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ, സന്തോഷം നൽകട്ടെ. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ശഫാഅത്ത് ചെയ്ത മുത്തഖീങ്ങളിൽ ഞങ്ങളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി